സാരമില്ല കേട്ടോ. അതൊന്നും വിഷമിക്കണ്ട കേട്ടോക്കെ. കാരണോ ഒരു വിഷമമുണ്ട്, അത് നല്ല കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. സാരമില്ല, അത് എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. കരയുന്നതല്ലേ, അതൊന്നും ഒരു പ്രശ്നമല്ല. വേറെ എന്തൊക്കെ അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. സങ്കടം വരിക എന്നുള്ളതല്ലേ ഉള്ളൂ. അതെ, അതൊരു പ്രശ്നമല്ലടാ. സങ്കടം വരുന്നത് എല്ലാം അൽഹംദുലില്ലാ ഒക്കെ ഈ ഒരു കരച്ചിൽ മാത്രമേ ഉള്ളൂ കുഴപ്പം. അതെ, അതൊരു കുഴപ്പമില്ല. കുഴപ്പമില്ലേനും പെട്ടെന്ന് നമ്മളൊരു മറ്റുള്ളവരെ പോയി കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവൂല. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഇന്ത്യനൂരിൻ്റെ എല്ലാം അടുത്തുള്ള തളകാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് മുബീനനെ കാണാനാണ്. മുബീനക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്താം. മുബീനക്ക് പഠന വൈകല്യമുണ്ട്. എഴുതാനും വായിക്കാനും അങ്ങനെ ചെറിയ രീതിയിലൊക്കെ അറിയാമെങ്കിലും നല്ല രീതിയിൽ അങ്ങനെ അറിയില്ല. പിന്നെ അതുപോലെ ഭയങ്കര വിഷമമാണ്. ഒക്കെ ആരുടെയെങ്കിലും സങ്കടം കേട്ടാലോ അല്ലെ ഒരു മനസ്സിനൊരു സ്ട്രോങ് ഇല്ല. പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. അങ്ങനത്തെ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവൾ കല്യാണ ആലോചനകൾ വരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞതേനും. കാരണം മനസ്സിന് തീരെ ഒരു കട്ടിയില്ലാതെ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരൂലേ എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ വീട്ടുകാരോടൊന്നും ഇപ്പം വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഓക്കെ, ഇനിയൊരു കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല, ഞാനത് ഓവർകം ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവൾക്ക് വന്നപ്പോൾ വീട്ടുകാരോട് പറഞ്ഞ് അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ എത്തിയത് കേട്ടോ. അവളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. നമുക്ക് പറ്റിയൊരു വരനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തണം കേട്ടോ. കാണുന്നതാണ് മുബീനൻ്റെ വീട് കേട്ടോ. അസ്സലാമു അലൈക്കും. ഇത് മുബീനൻ്റെ ഉപ്പയാണ്. ഉപ്പാൻ്റെ പേരെന്താ? ഹംസ. അത് ശരി, മാഷാ അല്ലാ, എൻ്റെ അതേ പേരാണല്ലോ. ഇത് ഉമ്മയാണ്. ഉമ്മാൻ്റെ പേരോ? ഖദീജ. ഇതാണ് കേട്ടോ മുബീന. എന്തൊക്കെയാ വിശേഷം? സുഖാണ്, അൽഹംദുലില്ലാ. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇവിടെ ഇരുന്ന്. മുബീൻ എത്ര വരെ പഠിച്ചേ? 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് വരെ പഠിച്ചു. പക്ഷെ ഒരു 4 വിഷയം പോയിട്ടുണ്ട് അല്ലേ. സ്ക്രൈബ് ആ സമയത്ത് സ്ക്രൈബ് ഇല്ലേനല്ലേ? വേറെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേനും വേറൊരാളെ എഴുതി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എഴുതാനും വായിക്കാനും മുബീനൊക്കെ അറിയോ? നമ്മളെ പേര് അങ്ങനത്തെ നോർമലൊക്കെ അറിയാം അല്ലേ? കൂടുതലായിട്ട് അങ്ങനെ അറിയില്ല അല്ലേ? നമ്മള് പുറത്തേക്കൊക്കെ പോകുമ്പോ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അങ്ങനെയൊക്കെ അതൊക്കെ അറിയാം. അങ്ങനെ ഒറ്റക്ക് പോവാറുണ്ടോ? ഒറ്റക്ക് യാത്ര ചെയ്യാറൊന്നുമില്ല. അതെ അതെ അതെ. നിങ്ങക്ക് എത്ര മക്കളാ? 6 മക്കള്. 2 ആണും 4 പെണ്ണും. ഇളയ പെണ്ണാണ് ഇവള്. ഏറ്റവും ഇളയ പെണ്ണല്ലേ? ഇനി കല്യാണം കഴിക്കാൻ മക്കൾ ബാക്കിയുണ്ടോ? ചെറിയ ആങ്ങളുണ്ട്, ഒരാളും കൂടെ ഉണ്ട് അല്ലേ? മുബീനക്ക് എത്ര വയസ്സായി? 36 അല്ലേ? അപ്പോ ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് കല്യാണം വൈകാൻ കാരണം മുബീന വേണ്ടാന്ന് പറഞ്ഞതേനു. അപ്പൊ വിഷമാണ് അല്ലേ? സങ്കടം കൂടുതലാ? കൂടുതലായിട്ടാണ്. ഇപ്പൊ കുറച്ച് മാറ്റം ഉണ്ടോ? കുറഞ്ഞൊരു മാറ്റം ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒരു വിഷമം കേൾക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. എന്തേ ചീത്ത പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും അല്ലേ? ഉറക്കെ സംസാരിച്ചാലും അങ്ങനൊക്കെ അല്ലേ? അതൊരു നല്ല മനസ്സുള്ള ഒരാള് ഇതാണത്. പെട്ടെന്ന് സങ്കടം വരാതെ തന്നെ നല്ല മനസ്സായത് കൊണ്ടാ. അപ്പൊ അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നോ? ഇല്ലില്ല. അങ്ങനെ ചികിത്സയൊന്നും ഇല്ല. അത് നമ്മളൊരു മനസ്സിനൊരു സ്ട്രോങ് ആകുക എന്നുള്ളതാണ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ആ ഒരു കാര്യം കൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു കല്യാണം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ലേറ്റ് ആയതാണ് അല്ലേ? സമയം വൈകിട്ടൊന്നും ഇല്ല. 36 വയസ്സല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് നല്ലൊരു വരനെ എവിടുന്നെങ്കിലും കണ്ടെത്താം അല്ലേ? നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യും. പിന്നെ അബീനക്ക് എത്ര വയസ്സ് വരെയുള്ള ആളെ പറ്റുമോ? ഒരു 40 വയസ്സ് വരെ. ഒരു 40 വരെ അല്ലേ? 42. ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നം തന്നെയാണ്. മലപ്പുറം ജില്ല മതിയോ? മെയിനായിട്ട് മലപ്പുറം മതി അല്ലേ? തൊട്ടടുത്തുള്ള നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? അതെ അതെ. മൊബീൻ ഒറ്റക്കൊന്നും ഇതുവരെ യാത്ര ചെയ്തില്ല അല്ലേ? അതെ, അത് പിന്നെ അതൊരു നമുക്ക് ഒറ്റ പോകാനുള്ള ഒരു പേടി കൊണ്ടാണോ? പേടിയുണ്ടല്ലോ, എപ്പോഴും ആളുകൾ കൂടെ ഉണ്ടാവും എല്ലാരും. സാഹചര്യം ഇല്ലാത്തോണ്ടല്ലേ? അതെ അതെ അതെ.
വേറെ ഗുളികയും കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. ഗുളികൊന്നുമില്ല. അങ്ങനെ വേറെ ബുദ്ധിപരമായ നമുക്ക് പക്വതൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും മുബീനാക്കി ഇല്ല. മുബീനാക്കി വിഷമത്തിന്റെ, ഞാൻ എല്ലാം പറയുന്നേരം ഒരു വിഷമം വിചാരിക്കരുത് കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള അറിയില്ലല്ലോ. നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്താണ് എന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ചോദിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ടാബ്ലറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും മുബീനാക്കില്ല. അവർക്ക് ഈ ഒരു വിഷമത്തിൻ്റെ ആ ഒരു വിഷയമാണ് അല്ലേ, പെട്ടെന്ന് സങ്കടം വരുന്നുള്ളൊരു വിഷയമാണ്. പിന്നെ ചെറിയ പഠന വൈകല്യമാണ്. വേറെ പിന്നെ പെൻഷൻ കാര്യങ്ങൾ അങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതൊന്നും ഇല്ല അല്ലേ. അതെ അതെ അതെ. അപ്പോൾ ബുദ്ധിക്കോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? കുക്കിങ് ചെയ്യാറില്ല. അറിയില്ല അല്ലേ. അറിയായില്ല, അമ്മ അങ്ങനെ എടുക്കുമ്പോ പിന്നെ നമ്മളത് എടുക്കലില്ല. പഠിച്ചില്ല. പഠിച്ചൊക്കെ അടുക്കള ജോലി എടുക്കുമ്പോ തന്നെ ഞാന് മറ്റുള്ള ഹെൽപ്പ് ചെയ്യും അല്ലേ. ബേസിക് ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് ഒന്ന് ശീലമാണോ അല്ലേ. അതിപ്പോ ഇല്ലാത്ത ഉമ്മമാരുടെ വീട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ചോറ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ നമ്മള് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും. അതെ അതെ. എല്ലാണ്ട് ഇവിടുന്ന് അങ്ങനെ ഡെയിലി എടുക്കലില്ല എന്നല്ലേ. വേറെ പോകുമ്പോളേ ഞാനിവിടെ ചെയ്യാം. അതെ അതെ 10 മണിയാകുമ്പോഴത്തേനോളം പണിയാൻ പറ്റും. അതെ 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 അതെ. ഭാര്യ മരിച്ചതും ഡിവോഴ്സ് ആയതോ ആയ ആലോചന നമ്മൾ സ്വീകരിക്കുവോ? കുട്ടികള് ബാധ്യത ഇല്ലാത്ത അല്ലേ, ബാധ്യത ഇല്ലാത്ത ഒരു 40-42 വയസ്സിന്റെ ഉള്ളിലുള്ള നമുക്ക് സ്വീകരിക്കാം അല്ലേ. അതെ. മുബീനയ്ക്ക് വേറെന്താ പറയാനുള്ള, എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ? നമ്മള് നല്ലോണം നോക്കി കൊണ്ടുപോകാൻ കഴിയണമല്ല ആളോ ആവണം എന്നുണ്ട്. അതെ, എല്ലാ മനസ്സൊക്കെ കണ്ടറിഞ്ഞെല്ലാം. അതെ. നമ്മളെ മനസ്സിലത്തെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അതെ ഉൾക്കൊള്ളു കൊണ്ടുവരുന്നെല്ലാം അങ്ങനെ ഒരാളായിരിക്കണം എന്നാണ് ഇപ്പോഴും. അതെ, ഇൻഷാ അല്ലാ അങ്ങനെ ഒരാളാവട്ടെ. വേറെന്താ പറയാനുണ്ടോ? അതേ ഉള്ളൂ അല്ലേ. ഉമ്മക്ക് എന്താ പറയാനുണ്ടോ വേറെ? അതന്നെ പറയാനുള്ളത്. നല്ല ചെക്കന്മാരാകണം, ബോധമുള്ള നമ്മളെ നോക്കണം. അങ്ങനത്തെ അതെ നമുക്ക് അതൊക്കെ ചേലായിട്ടുള്ളൂ നമ്മളെ. അതെ, ഇതൊന്നും ഇല്ലല്ലോ. ഇനി വരുന്നത് നല്ലൊരാൾ തന്നെ ആവണം അല്ലേ. ഇത്രയും 36 വയസ്സ് വരെ കൂടെ നിൽക്കുന്ന പോലതും എല്ലാവരുടെയും കല്യാണം കഴിയുമ്പോൾ മുബീനാക്കി ഒരു പിന്നെ അന്നേരം ഒരു ബേജാറായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എന്താവും അങ്ങനെയൊക്കെ ഉള്ള. പക്ഷെ അതിന്നൊക്കെ അവളിപ്പോൾ റിക്കവറായി ഒരു കുറച്ച് ഓക്കെ ആണ്. എങ്കിലും വിഷമം ഇപ്പോൾ ഉണ്ടല്ലേ. അത് സാരമില്ല കേട്ടോ. അതൊന്നും വിഷമിക്കണ്ട കേട്ടോക്കെ. കാരണോ ഒരു വിഷമമുണ്ട്, അത് നല്ല ക്വാളിറ്റിയാ. ഒരാൾക്ക് കരയാൻ പറ്റുക എന്ന് പറയുന്ന പോലെ നല്ല മനസ്സുള്ളതുകൊണ്ടാ. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല മുബീനുണ്ട്, ഇത് നല്ല ക്വാളിറ്റിയാ അല്ലേ. മുബീൻ അത്രയും മനസ്സ് നല്ല ശുദ്ധമായോണ്ടല്ലേ അങ്ങനെ വിചാരിക്കണ്ടേ നമ്മള്. കണ്ണോടക്ക് സാരില്ല സാരില്ല അല്ല, അത് ഓള് കുഴപ്പമില്ല. അത് ഓള് ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കി വരുന്ന ആള് മതി നമുക്ക്. ഓള കരച്ചിലൊക്കെ പെട്ടെന്ന് വിഷമം വരൂ, സങ്കടം വരൂ എന്നുള്ളൊരു ഇതാണ് ഓളെ ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കുന്ന ആള് മതി ഇല്ലേ. അതുകൊണ്ട് ആ വീഡിയോയിലുള്ള കരച്ചിൽ വന്ന പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള ആളെ നമുക്ക് വേണ്ടുള്ളൂ ഇല്ലേ മുബീന. അത് തന്നെ ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെ മുബീനാനെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് വരട്ടെ. പിന്നെ ഉമ്മ നല്ലപോലെ അന്വേഷിക്കണം. പലരും പല സ്ഥലത്തുനിന്നും വിളിക്കുന്ന എല്ലാവരും നല്ലവരാണെന്നില്ല. ആർക്കും ഓളെ ഫോട്ടോ അയച്ചു കൊടുക്കരുത്, വീഡിയോ കോള് അത് ഇത് എന്ന് പറഞ്ഞാൽ ഒന്നും നിൽക്കരുത്. പുതിയൊരു സിം എടുത്തിട്ട് അത് ആണുങ്ങളെ ഡീൽ ചെയ്താൽ മതി. ആണുങ്ങളെ കൊണ്ട് ഡീൽ ചെയ്യിപ്പിക്കുക, നല്ലപോലെ അന്വേഷിക്കുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. മാക്സിമം അന്വേഷിച്ച് ചെയ്യാൻ കേട്ടോ. എഴുതി വെച്ച് അങ്ങനെ ഓളോട് കല്യാണത്തിന് പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പിട്ട് ഓളോട് സംസാരിക്കണം അങ്ങനെ ഒന്നും പറഞ്ഞാൽ ഫോൺ ഓളെ കൊടുക്കരുത് കേട്ടോ. എല്ലാവരും നല്ലവരല്ല, അബോധം എപ്പോൾ നമുക്ക് വേണം. അതെ അതെ അതെ, നല്ലൊരാള്. അതെ. അപ്പൊ മുബീന എന്നാ ഇൻഷാ അല്ലാ വേറൊന്നും ഇല്ലല്ലോ. കണ്ണു അടച്ചേ, ഇത് ഇപ്പുറത്തെ. ഓക്കെ, സാരമില്ല കേട്ടോ. ഓക്കെ, നമ്മളത് കൺട്രോൾ കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക. വിഷമം വരുമ്പോൾ കരയാതെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. കൺട്രോൾ ചെയ്ത് നോക്കിയൊന്നും കഴിയണില്ല.
കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? സാരമില്ല, അത് എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. കരയുന്നതല്ലേ, അതൊന്നും ഒരു പ്രശ്നമല്ല. വേറെ എന്തൊക്കെ അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. സങ്കടം വരിക എന്നുള്ളതല്ലേ ഉള്ളൂ. അതെ, അതൊരു പ്രശ്നമല്ലടാ. സങ്കടം വരുന്നത് എല്ലാം അൽഹംദുലില്ലാ ഒക്കെ ഈ ഒരു കരച്ചിൽ മാത്രമേ ഉള്ളൂ കുഴപ്പം. അതെ, അതൊരു കുഴപ്പമില്ല. കുഴപ്പമില്ലേനും കള്ളത്തുറന്നൂലിയാണ് ആരെങ്കിലൊക്കെ പെട്ടെന്ന് നമ്മളൊരു മറ്റുള്ളവർ പോയി കണ്ടാ പെട്ടെന്ന് മനസ്സിലാവൂല. അതെ, അപ്പൊ കൊണ്ട് എന്താ ഒരാൾ പറഞ്ഞെന്നാ വേഗം മനസ്സിലാവുകയും ചെയ്യും. എങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ എന്തിനാ കരഞ്ഞത് ഓർത്ത് നോക്കുമ്പോ അതിലൊന്നും ഉണ്ടാവില്ല, വെറുതെ കരഞ്ഞതായിരിക്കും. അതെ, എന്തിനാ നമ്മള് കരഞ്ഞതെന്ന് ഒരു അറിയില്ല. അങ്ങനെ പെട്ടെന്ന് കരച്ചിലാണ് വരും. നിങ്ങള് സംസാരിക്കുന്നിടയിൽ നമ്മള് കരഞ്ഞു എന്തിനാന്നൊന്നും അറിയില്ല, കരച്ചിൽ വന്നു. അതെ, അതാണ്. അപ്പൊ പുറത്തുള്ള ഒരാള് പെട്ടെന്ന് ഇത് അറിയാത്ത ഒരാള് കാണുമ്പോ ഇവളെന്തിനാ കരയുന്നതെന്ന് വിചാരിച്ചുള്ള ഒരു ബേജാറ് ഒലിക്ക് വരും. ഞാനെന്തേ പറഞ്ഞു പോയിട്ടാണോ, എന്തിനാണ് വെറുതെ കരയുന്നതെന്നുള്ള ഒരു അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവര് മതി നമുക്ക്. പെട്ടെന്ന് കരച്ചില് വരും. എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് നല്ലോണം നോക്കി കൊണ്ടുനടക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ മതി. അതെ, എന്റെ കാര്യങ്ങളൊക്കെ തുറന്ന് കണ്ട് മനസ്സിലായിട്ട് എന്നെ നോക്കി കഴിയണവരുണ്ടെങ്കിൽ മതി. അതെ, നമ്മൾ ഇത്രയും നിന്നില്ല, കൊറേ ആവൂല എന്നുള്ള രീതിയിൽ നിന്നില്ല. അതെ, കഴിയാനിട്ടാണ് നിന്ന് പോയത്. അതെ, ഇതുകൊണ്ടാണ് ഇതിപ്പോ എല്ലാ കാര്യത്തിലും ഇത് വന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ നിക്കണതല്ലേ നല്ലത്. നാളെക്കൊക്കെ എന്തേലും വേണ്ടത് ചെയ്ത് വെക്കുക, പിന്നെ ഇങ്ങനെ നിക്കണതല്ല എന്നുള്ള ഒരു നിൽക്ക് പിന്നെ അതിനൊരുങ്ങി. അപ്പൊ അതിന്റെ കൂടെ അങ്ങനെ അത് മുന്നോട്ടും ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകണം. അത് ഉണ്ടായിക്കോളും എന്നുള്ള ഒരു നിലക്ക് അതങ്ങനെ അങ്ങനെ പോണു. വരായും പറ്റായും അല്ല, നമ്മളതിന് നിക്കൂല, ഒരുങ്ങി നിക്കൂല. ഒരുങ്ങി നിക്കാതെ അങ്ങനെ കൂടി പൈസ അങ്ങനെ ഇരുന്ന് കൂടിപ്പോയി. സാരമില്ല, നമുക്ക് പെട്ടെന്ന് നല്ലൊരാളെ നോക്കാം കേട്ടോ. അതൊക്കെ വിട്ട് ഓക്കെ, നല്ല ഹാപ്പി ആയിട്ട് നിൽക്ക്. കരച്ചിൽ വരുമ്പം കരഞ്ഞോ, അതൊന്നും ഇനി പിടിച്ച് അതിന് വിചാരിച്ച പ്രശ്നം വരുമോ എന്ന് വിചാരിക്കണ്ട. അത് അതിന്റെ വഴിക്ക് വിട്ടേ അല്ലേ? അത് നമ്മൾ നോക്കണ്ട, അത് മാറ്റാൻ ശ്രമിക്കുകയും വേണ്ട. അത് വരുന്ന അതിന്റെ വഴിക്ക് പോട്ടെ. നമ്മൾ ഇത്രയും കാലം നോക്കിയില്ലേ, കുറെ ശ്രമിച്ചു നോക്കിയില്ലേ, അതിന് ഓട്ടോമാറ്റിക് അതങ്ങ് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാണ്ട് എന്നാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് മാറിക്കോളും. നമ്മൾ അതിനിങ്ങനെ അത് വരുമല്ലോ എന്നുള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ അത് വന്നോണ്ടിരിക്കും. അത് വരുന്നുണ്ട്, വന്നോട്ടെ. അന്നേരം കരഞ്ഞ ഒരു ടവൽ പിടിക്കുക, അന്നേരം കാര്യം അത് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ അല്ലേ? സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്താൽ മതി കേട്ടാ. ഓക്കെ, എന്നാ ഇൻഷാ അല്ലാ അമ്മ ഞാൻ ഇറങ്ങട്ടെ. അമ്മ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, മുബീനെ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഒക്കെ കല്യാണാലോചനകൾ വെറൈറ്റൊന്നും അല്ല, ഒക്കെ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഈ കണ്ണീരും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയല്ല. അതായത് ഒക്കെ പെട്ടെന്ന് കരച്ചിൽ വരും. ചിലപ്പോൾ നമ്മൾ അവരോട് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും സംസാരിക്കുന്നത്, വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ എന്നാലും പെട്ടെന്ന് നമുക്ക് കരച്ചിൽ വരും, പെട്ടെന്ന് നമുക്ക് വിഷമം വരും. ആ സങ്കടം വന്നിട്ട് അത് കണ്ണീർ. പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ അല്ല ഞാനെന്തേ പറഞ്ഞു പോയിട്ടാണ് ഇവർ കരയുന്നത്, എന്താ ഇതറിയാത്ത ഒരാൾ ഇവർ പബ്ലിക്കിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നോക്കി ഇങ്ങനെ കരച്ചിൽ വന്നാൽ ഞാനെന്തേ പറഞ്ഞിട്ടാണോ ഓകളെന്താ ഇങ്ങനെ കരയെന്ന് ചോദിച്ച് ചിലപ്പോൾ കൂടെ ഉള്ളവർക്ക് ബേജാറാവും. പക്ഷെ അങ്ങനെ ആ ഒരു കാര്യം നമ്മൾ ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നത് ഇത് മനസ്സിലാക്കിയിട്ടുള്ള വീട്ടുകാർ മതി. അവരുടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ അത് അറിഞ്ഞിരിക്കണം. നാളെ കല്യാണ ശേഷം ഓലൊന്ന് പുറത്ത് പോകുമ്പോൾ അല്ലെ എന്തെങ്കിലും എവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് ഓൾ കരയുമ്പോൾ ഭർത്താവ് എന്തോ ചെയ്തിട്ടാണോ ഓൻ ഇങ്ങനെ ഉപദ്രവിച്ചോ അങ്ങനെയൊന്നും വിചാരിക്കരുതല്ലോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് അതാണ് എന്നുള്ള ആ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് ഓളെ ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കുന്ന നല്ലൊരാളെ നമുക്ക് വേണം. ഒരു 42 വയസ്സ് വരെ 36 വയസ്സ് വരെ അവൾ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് നിന്നതിൻ്റെ കാരണം അതാ. എന്തിനും ഇങ്ങനെ കരച്ചിൽ വരുമ്പോൾ എന്താ ചെയ്യുക, ആൾക്കാരെന്നാ വിചാരിക്കുക ഇങ്ങനെ കരഞ്ഞാൽ എന്നുള്ള ഒരു ഓളുടെ മനസ്സിൽ ഇനി കല്യാണമൊന്നും വേണ്ട, നമ്മൾ നല്ല പിന്നെ ദുആയും ദിക്റെല്ലാമായിട്ട് കഴിയാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ പ്രായമായി വരികയാണ്. അവരുടെ വിവാഹം ചെയ്യാത്തൊരു മോളൊരു വീട്ടിലുണ്ടാകുമ്പോൾ അവരുടെ നെഞ്ച് തീയാണെന്നുള്ള അറിയാലോ. അപ്പോൾ അങ്ങനെ അവൾ കല്യാണത്തിന് നിൽക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഓക്കെ എന്നാൽ നോക്കാമെന്നുള്ളൊരു മൈൻഡും കൂടെ ഉണ്ട്. അങ്ങനെ നിന്നെയാണ്. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. അവളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ണർ വരട്ടെ ഇൻഷാ അല്ലാ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.